കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം GS പ്രദീപിന്റെ നേതൃത്വത്തിൽ അശ്വമേധം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഭരണിക്കാവ് കമ്മ്യൂണിറ്റി ഹാളിൽ അശ്വമേധം എന്ന വേറിട്ട പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് നയിച്ച പരിപാടിയിൽ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളും ചിത്രീകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ വികസന കാഴ്ചയ്ക്കും അനുസരിച്ചുള്ള ചിത്രീകരണങ്ങളാണ് പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഒരുപാട് വെല്ലുവിളികളെ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് ഒരു നാട് നക്ഷത്രതുല്യമായി നേടിയ അശ്വമേധ യാത്രയെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ നാടിന്റെ പേര് കേരളം എന്ന 3 അക്ഷരങ്ങളുള്ള വാക്കാണ്. പാതിരാത്രിയിൽ നാളെയെക്കുറിച്ച് സ്വപ്നം കണ്ടുറങ്ങിപ്പോയ മനുഷ്യർ, കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, സ്ത്രീകൾ, ചെറുപ്പക്കാർ, ഒരർദ്ധരാത്രിയുടെ ഇടിമുഴക്കത്തിൽ ഉരുൾപൊട്ടി മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉറങ്ങിപ്പോയ മനുഷ്യരുടെ ഹൃദയ ജീവിതങ്ങൾ നശിപ്പിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലുണ്ടായപ്പോ, നാളെ എന്നൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ലാതായപ്പോ ഒലിച്ചുപോയത് മനുഷ്യരാണ്. ഇങ്ങനെ സർവവും തകർന്നുപോയ ആ മനുഷ്യർ സമാഹരിച്ചു വെച്ചതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് അവസാനിച്ചപ്പോൾ വിതുമ്പി പൊട്ടിക്കരഞ്ഞുപോയ ആ തകർന്നുപോയ ആ മനുഷ്യ ജീവിതങ്ങൾ എല്ലാം നശിച്ചു എന്ന് കരുതിയിരുന്ന ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കൊളുത്തിയ ഒരു വെളിച്ചത്തിന്റെ പേര് കൂടിയാണ് പുനരധിവാസം. ഇതാണ് പുനരധിവാസം, വെൽറ്റൺ എസ്റ്റേറ്റ് ടൗൺഷിപ്പ്. കയ്യടിക്കേണ്ടത് ഞാൻ പറയും, നിങ്ങൾ ഇതിനൊക്കെ കയ്യടിച്ചോ കൊള്ളാം, പക്ഷെ ഞാനാണെങ്കിൽ പറയും കയ്യടിക്കേണ്ടത് ഇതിനല്ല. ഞാനാണെങ്കിൽ അഭിമാനത്തോടെ കൈയടിക്കുന്നത് ഇതിനല്ല, മറിച്ച് ഈ സന്ദർശനത്തിന് വിമാനത്തിലും ഹെലികോപ്റ്ററിലും വന്ന പ്രധാനമന്ത്രി കടന്നെടുത്ത് ചുംബിച്ചിട്ട് തിരികെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ തന്നെ അടുത്തു വിളിച്ച് ചേർത്തിരുത്തി അവളോട് പറഞ്ഞല്ലോ, കുഞ്ഞെ ഇതാ നിനക്കുറങ്ങാനുള്ള വീടിന്റെ താക്കോൽ എന്ന് കൈമാറിയ വാക്കിന്റെ പാലനമുണ്ടല്ലോ, ആ ഉറപ്പിനാകണം കേരളത്തിന്റെ ഭരണിക്കാവിന്റെ ഏറ്റവും ആവേശഭരിതമായ കരഘോഷം മുഴങ്ങേണ്ടത്. LED വാളിൽ മിന്നിമറയുന്ന സിനിമാ രംഗങ്ങൾ സംസ്ഥാനത്തിന്റെ പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്നതാണെന്ന് GS പ്രദീപ് പറഞ്ഞു. ഇതിനെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തര പരിപാടിയും ഇതിനോടൊപ്പം നടന്നു. ആദ്യ ശരി ഉത്തരം പറഞ്ഞവർക്ക് GS പ്രദീപ് സമ്മാനപ്പൊതി നൽകി. 16 കോളങ്ങളായി തിരിച്ചിട്ടുള്ള കൂറ്റൻ LED സ്ക്രീനിൽ ഓരോ കോളത്തിലും ഓരോ വാക്കുകളാണുള്ളത്. അതിൽ ഓരോ വാക്കുകളും സദസ്സിൽ നിന്ന് പറയുമ്പോൾ അതനുസരിച്ചുള്ള ചിത്രീകരണം വരും. വെളിച്ച വിപ്ലവം, പുനരധിവാസം, തൊഴിൽ, ആരോഗ്യം, സംരംഭകത്വം തുടങ്ങിയവ ചിത്രീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം കോശി അലക്സ് GS പ്രദീപിനെയും സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തു. ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.